ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ASM അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് പ്രീവിയസ് ഇയറിൽ നിന്ന് ചോദിച്ച ബയോളജിയിൽ നിന്ന് ചോദിച്ച കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നോക്കിക്കൊള്ളുക, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഫിസിക്സിൽ നിന്നും റിലേറ്റീവ് ചെയ്തുള്ള നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോ മാസ് ഉള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എന്തായിരിക്കും? ഇപ്പം എന്താണ് സ്ഥിതികോർജം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സ്ഥിതികോർജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ എന്താണ് സ്ഥിതികോർജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ സ്ഥാനം മൂലമോ സ്ട്രെയിൻ മൂലമോ ലഭ്യമാകുന്ന ഊർജത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഥിതികോർജം. ഇപ്പോൾ ഉയരത്തിലിരിക്കുന്ന വസ്തുവിനുള്ള ഊർജ്ജം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിതികോർജ്ജമാണ്. അതുപോലെ വലിച്ചു വെച്ചിരിക്കുന്ന റബ്ബർ അതതിൻ്റെ സ്ട്രെയിൻ ആണ്. അപ്പം അത്തരത്തിൽ സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ മൂലമോ ലഭ്യമാകുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ mgh എന്നുള്ളതാണ്. എം എന്ന് പറയുന്ന മാസ് ആണ്, ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ്. ഇവിടെ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എച്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മീറ്റർ ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, 1 മീറ്റർ ആണ് അല്ലേ. അതേപോലെ മാസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 0.2 kg ആണെന്ന് മാസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ജി ഓൾറെഡി 10 എടുത്തോളം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സോ ഒന്നുമില്ല, ചോദ്യത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്, ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അതായത് എത്രയാണ്, 0.2 × 10 × 1 എന്ന് പറഞ്ഞ ആൻസർ വരും. ആൻസർ എന്ന് പറയുന്നത് 2 യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2 എന്താണ്, ഊർജത്തിന്റെ യൂണിറ്റ് ആണ്. ഊർജത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 2 ജൂൾ ആണ് എന്ന് മനസ്സിലാക്കുക. സോ ആൻസർ ഓപ്ഷൻ സി 2 ജൂൾ. അപ്പൊ ഇത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പക്ഷേ എങ്കിലും ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറുണ്ട്. ഇപ്പൊ ഊർജവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ, സ്ഥിതികോർജം, ഗതികോർജം, ഊർജ മാറ്റം, അതിൽ നിന്നൊക്കെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ഏരിയ തന്നെയാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ആ ഏരിയയിൽ നിന്നുള്ള ഒരു മാർക്ക് നമുക്ക് ഉറപ്പായിരിക്കും പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ചോദ്യം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏത്? നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രകാശ പ്രതിഭാസങ്ങൾ അപവർത്തനം, പ്രകീർണനം, വിസരണം, പൂർണ്ണാന്തര പ്രതിപതനം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകാശത്തിന്റെ അപവർത്തനമാണ്. എന്താണ് അപവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അതിന്റെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപവർത്തനം എന്ന് പറയുന്നത്. നമുക്കറിയാം നക്ഷത്രങ്ങൾ വളരെ ദൂരെയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ദൂരെ നിന്ന് പ്രകാശം വരുമ്പോൾ ഇവിടെ പല മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശം കടന്നു പോകുന്നത്. അപ്പൊ അതിനെല്ലാം അപവർത്തനം സംഭവിക്കുന്ന മൂലം നമുക്കത് എന്തായിട്ട് തോന്നുന്നു, നക്ഷത്രം മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ അത്തരത്തിൽ നക്ഷത്രങ്ങളുടെ മിന്നിത്തിളങ്ങത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപവർത്തനമാണ്. ജലാശയങ്ങളുടെ ആഴം കുറഞ്ഞിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ അപവർത്തനമാണ്. അപ്പൊ അപവർത്തനം എന്ന് പറയുന്ന പ്രകാശ പ്രതിഭാസം മിക്കപ്പോഴും ചോദ്യങ്ങളിൽ കാണുന്നതാണ്. അപ്പൊ അത് വൃത്തിയായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ബാക്കി പ്രകാശ പ്രതിഭാസങ്ങൾ കൂടി നമുക്ക് നോക്കാം. പ്രകീർണനം, മഴവില്ലിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴവില്ലിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴവില്ല് എന്തുമായിട്ട് ഏത് പ്രകാശ പ്രതിഭാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകീർണനമാണ്. മഴവില്ല് പ്രകീർണനം എന്ന് പറയുന്ന പ്രകാശ പ്രതിഭാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ പ്രകീർണനത്തിന് കാരണം എന്താണ്? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. മഴവില്ലിന് കാരണം പ്രകീർണനമാണ്, പക്ഷേ പ്രകീർണനത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപവർത്തനമാണ്. അതായത് നോക്കിക്കൊടുക്കുക, നമ്മൾ ഒരു പ്രിസത്തിലൂടെ പ്രകാശ രശ്മി കടന്നു പോകുമ്പോൾ ആ പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നു. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലെ. പത്രത്തിൽ പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. മഴവില്ലിന് കാരണം പ്രകീർണനമാണ്. പക്ഷേ നോക്കിക്കേ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് പ്രിസം എന്ന് പറയുന്ന മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നപ്പോഴാണ് അവിടെ പ്രകീർണനം സംഭവിച്ചത്. അതുകൊണ്ട് പ്രകീർണനത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപവർത്തനമാണ്. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? മഴവില്ലിന് കാരണം പ്രകീർണനവും പ്രകീർണനത്തിന് കാരണം അപവർത്തനമാണ് എന്ന് മനസ്സിലാക്കാം.
അടുത്താണ് വിസരണം എന്ന് പറയുന്നത്. ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം അത് വിസരണമാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, നമ്മുടെ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനമാണ് എന്ന് മനസ്സിലാക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രകാശ പ്രതിഭാസങ്ങളാണ് പഠിച്ചത്. അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, നമ്മുടെ ഉച്ഛ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ കൺസെപ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഉച്ഛ്വാസം, എന്താണ് നിശ്വാസം. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയെ നമ്മൾ ഉച്ഛ്വാസം എന്നും ആ ശ്വാസം പുറന്തള്ളുന്ന പ്രക്രിയയെ നമ്മൾ നിശ്വാസം എന്നും പറയുന്നു. ഉച്ഛ്വാസ സമയത്ത് നമ്മുടെ ഇന്റർകോസ്റ്റൽ പേശി എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇന്റർകോസ്റ്റൽ പേശി എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മുടെ വാരിയെല്ലുകൾ സ്വാഭാവികമായിട്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് ഉച്ഛ്വാസം. അപ്പൊ അത്തരത്തിലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വാരിയെല്ലുകൾ എന്ത് ചെയ്യുന്നു? ഉയരുന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത് സങ്കോചിക്കുന്നു. അതായത് നമ്മുടെ ഈ നെഞ്ചിന് മുകളിലുള്ള ഈ ഒരു ഉദരാശയത്തെയും ഈ ഒരു ഭാഗത്തെ എന്തിനൊക്കെ തമ്മിൽ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു തൊറാസിക് ഏരിയയും അതേപോലെ ഇതാണ് അബ്ഡോമിനൽ ഏരിയ എന്ന് പറയുന്നത്, ഔരസാശയം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ തൊറാസിക് ഏരിയയും അബ്ഡോമിനൽ ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മസ്കുലാർ വാളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ ആ ഡയഫ്രം സങ്കോചിക്കുകയും ചെയ്യുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയാണ് ഉച്ഛ്വാസം. ഉച്ഛ്വാസ സമയത്ത് ഇന്റർകോസ്റ്റൽ പേശി സങ്കോചിക്കുന്നു, വാരിയെല്ലുകൾ ഉയരുന്നു, ഡയഫ്രം സങ്കോചിക്കുന്നു. അല്ലെ, ഇനി നോക്കിക്കൊടുക്കാം. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വോളിയം എന്ത് ചെയ്യും? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മളെ വോളിയം കൂടും. അല്ലെ, വോളിയം കൂടും. നമ്മളെ ബോയിൽസ് ലോ ഉണ്ട്. വോളിയവും പ്രഷറും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വോളിയവും പ്രഷറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതാണ് നമ്മുടെ ബോയിൽസ് ലോ പറയുന്നത്. അതായത് വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. ഇവിടെ വോളിയം കൂടും. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വോളിയം കൂടും. വോളിയം കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുകയാണ്? പ്രഷർ കുറയുകയാണ്. അല്ലെ, നമ്മുടെ ലങ്സിലുള്ള പ്രഷർ കുറയും. ലങ്സിലുള്ള പ്രഷർ കുറയുകയും അന്തരീക്ഷത്തിലുള്ള പ്രഷർ കൂടുകയും ചെയ്യുന്നു. തന്മൂലം പ്രഷർ കൂടിയ അന്തരീക്ഷത്തിൽ നിന്ന് ലങ്സിലേക്ക് ഓക്സിജൻ അല്ലെങ്കിൽ ആ വായു ഉള്ളിലേക്ക് കടക്കുന്നു. അപ്പൊ അതാണ് ആ ഒരു പ്രക്രിയ നടക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നിശ്വാസത്തിൽ ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. നമ്മളെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സ് ഉച്ഛ്വാസം. ഉച്ഛ്വാസ സമയത്ത് ഇന്റർകോസ്റ്റൽ പേശി സങ്കോചിക്കുന്നു, വാരിയെല്ലുകൾ ഉയരുന്നു, ഡയഫ്രം സങ്കോചിക്കുന്നു, വോളിയം കൂടുന്നു. വോളിയം കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ആ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇത് ഓക്കെ ആണെങ്കിൽ ഇത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി. രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഒരെണ്ണം മാത്രം മനസ്സിലാക്കുക, പഠിക്കേണ്ട, ഇത് മനസ്സിലാക്കിയാൽ മതി. ഒരെണ്ണം മാത്രം മനസ്സിലാക്കുക, അടുത്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് ചിന്തിക്കുക. ഓക്കെ, എങ്കിൽ നമുക്ക് ആ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്ത് നോക്കിയാലോ? ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക. നിശ്വാസമാണ്. ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്ന ഉച്ഛ്വാസവും പുറന്തള്ളുന്ന നിശ്വാസവുമാണ്. ആ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ശരിയായത് ഏത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ശരിയായത് ഏതെന്ന് കണ്ടെത്തണം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. സ്വാഭാവികമായിട്ടും നിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളുന്ന പ്രോസസ്സാണ്. അത് ശരിയാണ്. അടുത്തത്, ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. വ്യാപ്തി വർദ്ധിക്കുന്ന എപ്പോഴാണ്? ഉച്ഛ്വാസ സമയത്താണ്. അല്ലെ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് വ്യാപ്തം കൂടുന്നത്. അപ്പൊ അതല്ല. ഔരസാശയത്തിന്റെ വായുമർദ്ദം കൂടുന്നു. വായുമർദ്ദം കൂടുന്ന എപ്പോഴാണ്? അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വോളിയം കൂടുകയും വായുമർദ്ദം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ വായുമർദ്ദം കൂടുന്നത് എന്താണ്? നിശ്വാസ സമയത്താണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കാൻ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വോളിയം കൂടുന്നു, പ്രഷർ കുറയുന്നു. പക്ഷെ ഇവിടെ പ്രഷർ കൂടുകയാണ്. അപ്പൊ എന്താണ്? നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയയാണ്. രണ്ട് ശരിയാണ്. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്ന ഉച്ഛ്വാസ സമയത്താണ്. ഇത് തെറ്റാണ്. ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം. കണ്ടോ? ആ കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഈ കൺസെപ്റ്റ് അറിയാത്തവരൊക്കെ ഇതുപോലൊരു ചോദ്യം വരുമ്പോൾ എന്തിലേക്ക് പോകാം? സ്കിപ്പിലേക്ക് പോകാം. അപ്പം അത്തരത്തിൽ മറ്റുള്ളവർ സ്കിപ്പ് ചെയ്യുന്ന ചോദ്യം ശരിയാക്കുമ്പോഴാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിലെ മുൻപന്തിയിലേക്ക് വരുന്നത്. അപ്പം ഇതേപോലുള്ള കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിന്റെ ഉയർന്ന ഒരു പൊസിഷനിലേക്ക് വരാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? നമുക്കത് ഒരു ദന്തൽ ഫോർമുലയിലൂടെ പഠിക്കാം. നമുക്കൊരു ദന്തൽ ഫോർമുല ഉണ്ട് അല്ലേ. നമുക്കറിയാം നമ്മുടെ മുകളിലും പല്ലുകളുണ്ട്, അതേപോലെ താഴെയും പല്ലുകളുണ്ട്. ഈ ഒരു ഭാഗത്തെ മാത്രം പല്ലുകളുടെ ഫോർമുല ഞാൻ പറയാം. എത്രയാണ്? 2 1 2 3 എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തെ മാത്രം. ഇതുപോലെ ഇവിടെയുണ്ട്, 4 ഭാഗമുണ്ട്. അതായത് നമുക്കറിയാം നമുക്ക് 4 പല്ലുകളുണ്ട്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അല്ലെങ്കിൽ ഇൻസിസസ്, 2 ഇൻസിസസ് അല്ലെങ്കിൽ ഉളിപ്പല്ല്, 1 കോമ്പല്ല് കനൈൻ, 2 പ്രീമോളാർ, 3 മൊളാർ. കണ്ടോ, ഇത്തരത്തിൽ 4 ടൈപ്പ് പല്ലുകളാണ് ഉള്ളത്. ഇൻസിസസ്, കനൈൻ, പ്രീമോളാർ, മൊളാർ. അപ്പോൾ ടോട്ടൽ പല്ലുകളുടെ എണ്ണം കാണാനായിട്ട് ഇതിനെല്ലാം 4 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. ഇത് ഈ ഒരു വശത്തെ മാത്രമാണ്. ടോട്ടൽ കാണണമെങ്കിൽ എല്ലാത്തിനും 4 കൊണ്ട് ഗുണിക്കണം. സോ 2 × 4 എന്ന് പറയുന്നത് 8, 1 × 4 എന്ന് പറയുന്നത് 4. അതായത് 8 ഉളിപ്പല്ലുകൾ, 4 കോമ്പല്ലുകൾ, 2 × 4 എന്ന് പറയുന്നത് 8 പ്രീമോളാർ, 3 × 4 എന്ന് പറയുന്നത് 4 12 മൊളാർ അല്ലെങ്കിൽ ചർവണകം. കണ്ടോ, ഉളിപ്പല്ലുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 ആണ്. കോമ്പല്ലുകൾ കനൈൻ ടീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോട്ടൽ 4 ആണ്. പ്രീമൊളാർ അഗ്രചർവണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോട്ടൽ 8 ആണ്. മൊളാർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോട്ടൽ 12 ആണ് അല്ലെ. ടോട്ടൽ എത്രയുണ്ട്? 12ഉം 8 4 12 24 32 പല്ലുകൾ അല്ലെ. ടോട്ടൽ 32 പല്ലുകൾ. അത് എവിടെ ചോദിച്ചിരിക്കുന്നത്? ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം. ഉളിപ്പല്ല് അല്ലെങ്കിൽ ഇൻസിസേഴ്സിന് എണ്ണം എന്ന് പറയുന്ന ആൻസർ എത്രയാണ്? 8 ഉളിപ്പല്ലുകളാണ് ഉള്ളത്. കണ്ടോ, അപ്പം അങ്ങനെ വേണമെങ്കിൽ മാറിയും തിരിച്ചുമൊക്കെ ചോദ്യം വരാം. അതിൽ എന്ത് പഠിച്ചാൽ മതി? ആ ദന്തൽ ഫോർമുല പഠിച്ചാൽ മതി. ദന്തൽ ഫോർമുല എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 2 1 2 3 എന്ന് പറയുന്നതാണ് ദന്തൽ ഫോർമുല. അതിന് ഓരോന്നിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ടോട്ടൽ എത്ര ഉളിപ്പല്ലുകൾ, എത്ര കോമ്പല്ലുകൾ, എത്ര അഗ്രചർവണകം, എത്ര ചർവണകം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗം ഏത്? നമുക്കറിയാം, ഓരോന്നും നമുക്ക് നോക്കാം. കൊതുക് മുഖേന അല്ലാത്തത്, നമുക്ക് ഇതിൽ കൊതുക് വരുത്തുന്ന രോഗങ്ങൾ ആദ്യം നോക്കാം. നോക്കിക്കൊടുക്കുക. മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോൺ ഡിസീസ് ആണ്. അതിന്റെ വാഹകരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊതുകുകളാണ്. ഏത് കൊതുകുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കൊതുകുകളാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ പരത്തുന്നത്? അനോഫിലസ് പെൺകൊതുകുകളാണ്. അനോഫിലസ് അല്ലെ. അനോഫിലസ് പെൺകൊതുകുകളാണ് എന്ത് പരത്തുന്നത്? മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന് പറയുന്ന രോഗം പരത്തുന്നത്. അപ്പോൾ അത് കൊതുകുകൾ മുഖേന പകരുന്ന രോഗമാണ്. അതേപോലെ തന്നെ മന്ത് എന്ന് പറയുന്നത് ആര് പരത്തുന്ന രോഗമാണ്? ഫൈലേറിയൻ വിരകൾ പരത്തുന്ന രോഗമാണ്. വിരകൾ. അതിന്റെ വാഹകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൊതുകുകളാണ്. ഏത് കൊതുകുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂലസ് കൊതുകുകളാണ്. ക്യൂലസ് മൊസ്കിറ്റോസ്, ക്യൂലസ് കൊതുകുകളാണ് എന്തിന്റെ വാഹകർ? ഈ മന്തിന്റെ വാഹകർ. അപ്പൊ മലമ്പനി എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവ പരത്തുന്ന രോഗമാണ് അല്ലെ. ഏത് പ്രോട്ടോസോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം ആണ്. അതിന്റെ വാഹകർ അനോഫിലസ് പെൺകൊതുകുകളും. മന്ത് എന്ന് പറയുന്നത് വിരകൾ പരത്തുന്ന രോഗമാണ്. അതിന്റെ വാഹകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂലസ് പെൺകൊതുകുകളുമാണ്. അപ്പോൾ 2ഉം 4ഉമാണ്. ബാക്കി ഈ കുഷ്ഠം, കോളറ എന്ന് പറയുന്നത് എന്തല്ല, കൊതുകുകൾ മുഖേന അല്ല പകരുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പകരുന്ന രോഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 2ഉം 4ഉമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത നോക്കിക്കൊടുക്കുക. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? നമുക്കറിയാം വേഗതയുടെ ഇക്വേഷൻ നമുക്കറിയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ് അല്ലെ. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ദൂരം ബൈ സമയമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയം, അത് ശരിയാണ്. ദൂരം കാണണമെങ്കിൽ ഈ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് ഗുണിക്കുക. അപ്പൊ ഇത് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ വേഗത എന്ന് പറയുന്നത് ദൂരം ഇൻറ്റു സമയം, സി തെറ്റാണ് അല്ലെ. അടുത്തത് സമയം എന്ന് പറയുന്നത് ദൂരം ബൈ വേഗതയാണ് വരുന്നത്. ഇതും തെറ്റാണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള 2 ഇക്വേഷൻ എന്ന് പറയുന്നത് സിയും ഡിയും ആണ്.
ഓക്കെ, അപ്പം അങ്ങനെ ഇക്വേഷൻ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളും വരാം. അപ്പം അതിന് ഓരോ നമ്മുടെ ചലന നിയമങ്ങളുമായിട്ട് ബേസ് ചെയ്തുള്ള ഇക്വേഷനുകൾ മനസ്സിലാക്കുക, അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളും നമുക്ക് വരാം. ഈ പറഞ്ഞ പ്രവേഗം അല്ലെങ്കിൽ ത്വരണം, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ചലന നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനുകളുണ്ട്. അപ്പം അതും കൂടി എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ്, നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതും കൂടിയാണ്. മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏതാണെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മലമ്പനി പരത്തുന്നത് ഏതാണ്? പ്രോട്ടോസോവകളാണ്. ഏത് പ്രോട്ടോസോവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവകൾ പരത്തുന്ന രോഗമാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന് മനസ്സിലാക്കുക. അതിന്റെ വാഹകരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോഫിലസ് മൊസ്കിറ്റോസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ബാക്ടീരിയ പരത്തുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ കൂടി ഒന്ന് കണക്ട് ചെയ്ത് വെച്ചുകൊടുക്കുക. എലിപ്പനി, ഡിഫ്തീരിയ, അതേപോലെ ക്ഷയം എന്നിവ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ്. ഫംഗസ് വരുത്തുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ വട്ടച്ചൊറി, അതേപോലെ അത്ലറ്റീസ് ഫൂട്ട്, അതേപോലെ താരം തുടങ്ങിയവ രോഗങ്ങൾ ഫംഗസ് വരുത്തുന്നതാണ്. വൈറസ് വരുത്തുന്ന രോഗങ്ങളിലേക്ക് വരുമ്പോൾ വൈറസ് വരുത്തുന്ന രോഗങ്ങൾ നമ്മുടെ എയ്ഡ്സ്, അതേപോലെ ഹെപ്പറ്റൈറ്റിസ്, അതേപോലെ നിപ്പ തുടങ്ങിയവ വൈറസ് വരുത്തുന്ന രോഗങ്ങളാണെന്നും കൂടി മനസ്സിലാക്കുക. ഈ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ നിന്ന് ഷുവറായിട്ട് ഒരു ചോദ്യം, അത് സ്റ്റേറ്റ്മെന്റ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിക്കോട്ടെ, ആ ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പം അതിൽ നിന്നും ആ ഒരു ടോപ്പിക്കിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയാസ് ആണ്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഉള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ചുരുങ്ങിയ സമയം കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാം കുറച്ചുകൂടി ടഫായിട്ട് അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള എക്സാം തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നേരത്തെ എന്ത് ചെയ്യണം, ആരംഭിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ. അപ്പോൾ നമ്മുടെ മാത്രം ഫീച്ചേഴ്സ്, നമ്മൾ എക്സാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, PDF നോട്ട്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് തുടങ്ങിയ ഫീച്ചേഴ്സാണ് നമ്മുടെ കോഴ്സിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ആ കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.